ഹലോ. മീറ്റിംഗ് സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജാണ് ബബിൾ ഫേസ്. ഇതൊരു ഹണിമൂൺ സ്റ്റേജ് തന്നെയാണ്. മീറ്റിംഗ് സ്റ്റേജിൽ രണ്ടാളുടെയും റിലേഷൻ ഒരു പരിചയമായിട്ട് തുടങ്ങുന്നു, ഫ്രണ്ട്ഷിപ്പിൽ തുടർന്നു പോകുന്നു, അട്രാക്ഷൻ കൂടിക്കൂടി വരുന്നു, അങ്ങനെ ബബിൾ ഫേസിൽ എത്തിച്ചേരുന്നു. ഈ ഒരു സ്റ്റേജിൽ അവർ രണ്ടുപേരും മറ്റൊരു ലോകത്തിങ്ങനെ പറന്ന് നടക്കുകയായിരിക്കും. എല്ലാ TF ജേർണിയിലും DF തകർന്നിരിക്കുന്ന ഒരു സ്റ്റേജിലായിരിക്കും DM അവരുടെ ലൈഫിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത്. ആ അവസ്ഥയിലുള്ള DFന് DMന്റെ വാക്കുകൾ ആശ്വാസമായി മാറുന്നു. ഒരുപാട് മോട്ടിവേഷൻസ് കൊടുത്ത് അവളെ ഉയർത്താൻ DM ശ്രമിക്കുന്നു. അവൾ പോലും അറിയാതെ അവളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് കഴിവുകളെ കണ്ടെത്തി ഉയർത്തിയെടുക്കാൻ DMന് കഴിയുന്നു. അവൾക്ക് എല്ലാ തരത്തിലും DM ഒരു ആശ്വാസമായി മാറുന്നു. ഇതുവരെയും ഈ ഒരു ലൈഫിനിടയ്ക്ക് ആരും തന്നെ ഇത്രത്തോളം മനസ്സിലാക്കിയിട്ടില്ല എന്നവൾ ചിന്തിക്കുന്നു. DF തൻ്റെ DMനെ ഒരുപാട് കെയർ ചെയ്യാനും സ്നേഹിക്കാനും ഒക്കെ തുടങ്ങുന്നു. അപ്പോൾ DM എന്താണ് ചിന്തിക്കുന്നത് അറിയോ? ഇതുപോലെ ഒരു കെയറിങ്ങും സ്നേഹവും എനിക്ക് ഇതുവരെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല എന്നാണ്. ഓക്കെ, അവർ രണ്ടും എല്ലാ തരത്തിലും ഒരുപാട് അടുക്കുന്നു. DMന്റെ സാഹചര്യം എന്തോ ആയിക്കോട്ടെ, DFന്റെ സാഹചര്യം എന്തോ ആയിക്കോട്ടെ, അവർ റിയാലിറ്റിയെ മറന്നേ പോകുന്നു. പരസ്പരം കുറവുകളെ അംഗീകരിച്ച് അവർ സ്നേഹിക്കുന്നു. അവർക്കിടയിൽ ക്ഷമയുണ്ട്, ഷെയറിംഗ് ഉണ്ട്, സന്തോഷവും സങ്കടങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അവർ. അവരുടേത് മോസ്റ്റ് ഡിവൈൻ ലവ് തന്നെയായിരിക്കും. അതുപോലെ ഈ ഒരു സ്റ്റേജിൽ തന്നെയാണ് അവർക്കിടയിലുള്ള ഒരുപാട് സിമിലാരിറ്റീസിനെ അവർ കണ്ടെത്തുന്നത്. അവരുടെ ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ, ചിന്താഗതികൾ, കുട്ടിക്കാലത്ത് അവർ നേരിട്ട അനുഭവങ്ങൾ, അതുപോലെ ജീവിതത്തെ പറ്റിയുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം സെയിം ആയിട്ട് അവർക്ക് തന്നെയും മനസ്സിലാകുന്നു. ഈ കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ വലിയ അത്ഭുതമായിട്ടായിരിക്കും അവർക്ക് തോന്നുന്നത്. ഏതോ ഒരു സിനിമയിൽ ശ്രീനിവാസൻ ചേട്ടൻ തിലകനോട് പറയുന്നില്ലേ, നമ്മുടെ രണ്ടുപേരുടെയും സൗണ്ട് ഒരുപോലെ ഇരിക്കുന്നു, ചേട്ടൻ്റെ സ്ഥലം എവിടെ, അങ്ങനെ ചോദിക്കുന്നില്ലേ? ഇവിടെ ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷം ഒരു ആത്മാവ് തൻ്റെ ആത്മപാതയെ കാണുമ്പോഴുണ്ടാകുന്ന അത്യധികമായ സന്തോഷമാണ് ബബിൾ ഫേസിൽ DMന്റെയും DFന്റെയും ശരീരങ്ങൾ തമ്മിൽ പ്രകടമാക്കുന്നത്. ഓക്കെ, പക്ഷേ ആ ശരീരത്തിലുള്ള മൈൻഡിൽ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരിക്കും. എന്തുകൊണ്ടാണ് എനിക്ക് ഈ ആളോട് ഇത്രയും ഇഷ്ടം തോന്നുന്നത് എന്നായിരിക്കും ആ മൈൻഡ് ചിന്തിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഒരുപാട് നേരത്തെ കണ്ടുമുട്ടിയില്ല, അതുപോലെ ഒന്നാകാൻ പറ്റാത്ത തരത്തിൽ നമുക്ക് ഇത്രയും തടസ്സങ്ങൾ എന്തിനാണ് ഈശ്വരൻ തരുന്നത് എന്നൊക്കെ അവരുടെ ചിന്തകളാണ് ഈ സമയത്ത്. ഒക്കെ ചിന്തകൾ ഉണ്ടായാലും അവർ രണ്ടാളും ഡീപ്പായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ കണ്ടീഷണൽ ലവ് ആണെന്ന് മാത്രം. ഓക്കെ, ഈ സ്നേഹത്തിനിടയിൽ രണ്ടുപേരുടെയും ഫിസിക്കൽ അപ്പിയറൻസിനോ സ്റ്റാറ്റസിനോ ഒന്നും ഒരു സ്ഥാനവും ഇല്ല. കളറോ സ്റ്റാറ്റസോ മതമോ എന്തും ആയിക്കോട്ടെ, നത്തിങ് ഫാക്ടർ. അവർ തമ്മിലുള്ള കണക്ഷൻ സോൾ ടു സോൾ ആണ്. ഹീസ് ദ വൺ അല്ലെങ്കിൽ ഷീസ് ദ വൺ എന്ന് തന്നെയാണ് രണ്ടാളും ചിന്തിക്കുന്നത്. താങ്ക് യു.